മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മനക്കണക്കായി ചെയ്യുന്ന ഫ്രാക്ഷൻസിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഡിഫറൻറ്റ് ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്ത ഛേദങ്ങളാവുമ്പോൾ നിങ്ങൾ LC ഒക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഡിനോമിനേറ്റർ ഒക്കെ ആക്കിയിട്ടാണ് ചെയ്യുക. അങ്ങനെ ഒന്നുമില്ലാതെ മനസ്സിൽ ഇതിൽ ഓരോന്നിൻ്റെയും ആൻസർ വെറും മനക്കണക്കായി നമുക്ക് പറയാൻ കഴിയും. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ നോട്ട് ചെയ്യണം. ഓക്കെ, നോക്കുക. 1/2 + 1/3 ഈ ചോദ്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുക. മുകളിൽ രണ്ടും ഒന്നാണുള്ളത്, താഴെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ളത് അല്ലെ. മുകളിൽ ഒരേപോലെയാണ്, താഴെ ഇതായിട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് മുകളിലത്തെ നമ്മൾ നോക്കേണ്ട ഒരാവശ്യമില്ല, ഈ താഴത്ത് മാത്രം നോക്കിയാൽ മതി. ഈ 2നെയും 3നെയും മാത്രം നോക്കുക. ഇവിടെ 2 കൂട്ടണം എന്നല്ലേ, 2ഉം 3ഉം കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. 2ഉം 3ഉം കൂട്ടിയിട്ട് എഴുതുക. ഈ താഴെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 2 3 5 5/6. അതായത് ഈ താഴത്തെ നമ്പറിനെ മാത്രം വെച്ചിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. ഇത് രണ്ടും കൂട്ടിയിട്ട് മുകളിൽ എഴുതി, ഇത് രണ്ടും ഗുണിച്ചിട്ട് താഴെ എഴുതി. സിമ്പിൾ. അതെങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? മേലെ 2 1 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 4ഉം 7ഉം കൂട്ടിയിട്ട് മുകളിൽ എഴുതും, താഴെ 4 × 7. 4ഉം 7ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 11. 4 × 7 28. നോക്കിക്കോളൂ, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതുക. എങ്ങനാ? ഇത് മാത്രമല്ലേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഈ 4ഉം 7ഉം മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. 4ഉം 7ഉം 11. 4 × 7 28. താഴെ എഴുതുന്നത് ഗുണിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മേലത്തത് സമ്മ് കൂട്ടി എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/9ഉം 1/2 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ ചെയ്യാൻ വേണ്ടി വിടുകയാണ്. അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. രണ്ടാമത്തെ നോക്ക്, 1/2 - 1/3. ഇങ്ങനെ വരുന്ന സമയത്ത് ചെയ്യുന്നത്, ഇത് നോക്കി, മേലെ 2ഉം 1 ഉള്ളത്, ഇവിടെ മൈനസ് ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കുക, ഈ ചെറിയ നമ്പറാണ്, 2 ചെറുതാണ്, ഇവിടെ 3 വലുതാണ് അല്ലെ. അപ്പൊ ചെയ്യുന്നത് നമ്മൾ ഇവിടെയും നോക്കുന്നത് ആരെ തന്നെയാണ്? ഇവരെ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആദ്യം എഴുതണം. അപ്പൊ 3 - 2 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 3 × 2 എന്ന് എഴുതാം, 2 × 3 എഴുതാം. ഇവിടെ 2 - 3 എന്ന് എഴുതാത്തതിന്റെ കാരണം എന്താണ്? ഇവിടെ വരിക, ഈ 2 ന്ന് 3 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ, ഇല്ല. അതുകൊണ്ടാണ് വലിയ നിന്ന് ചെറുത് കുറച്ചിട്ട് എഴുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് 2 പ്ലസ് വരുമ്പോ ഇതിന്റെ സമ്മ് മുകളില്, ഇതിവിടെ മൈനസ് വരുമ്പോ ഇവയുടെ ഡിഫറൻസ് മുകളിൽ, താഴെ പ്രൊഡക്റ്റ് തന്നെ. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടും? 3 2 പോയാൽ 1. 1/3 × 2 6. ഇഷ്ടമായല്ലോ? സിമ്പിൾ അല്ലേ? ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ. ഓക്കെ, അടുത്ത നോക്ക്, 1/4 - 1/7. അപ്പോൾ ആര് നോക്കിയാൽ മതി? 4നും 7നും. ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇവയുടെ ഡിഫറൻസ് എത്ര? 7ന്ന് 4 കുറച്ചിട്ട് പിന്നെ താഴെ എഴുതേണ്ടത് അത് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 7ന്ന് 4 കുറച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും 3/7 4 28. 7ന്ന് 4 കുറച്ചാൽ 3, 7 4 28. അപ്പൊ അതിന്റെ ആൻസർ ആയി. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ആദ്യം ഡിഫറൻസ് വ്യത്യാസം, പിന്നെ 2ഉം കൂടെ ഗുണിച്ച് താഴെ എഴുതും. ഓക്കെ, 2 സ്ഥലത്ത് താഴെ എഴുതുന്നത്, താഴെയുള്ള 2ഉം മൾട്ടിപ്ലൈ തന്നെയാണ് താഴെ എഴുതുന്നത്. ഓർത്തു വെക്കണേ. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓക്കെ ആയി. ഇനി നോക്ക്, അടുത്ത ടൈപ്പ് എന്താണ്? അടുത്ത ടൈപ്പിന്റെ പ്രത്യേകത 1 - 2/5 ആണ് വരുന്നത്. ഇത് കണ്ണു അടച്ച് ഒന്നും ചെയ്യാനില്ല. ഇതിൽ 1ൽ നിന്ന് ഒരു ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു, അതറിയണം കേട്ടോ. 1ൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. താഴെ 5 തന്നെ എഴുതുക. 5ന്ന് 2 കുറച്ചിട്ട് ഇവിടെ 3 എഴുതുക. 5ന്ന് 2 കുറച്ചിട്ട് ഇവിടെ കുറക്കാൻ കാരണം ഇവിടെ മൈനസ് ഉണ്ടായോണ്ട് കേട്ടോ. 5ന്ന് 2 കുറച്ചിട്ട് 3 എഴുതുക, അത്രയേ വേണ്ടു. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? താഴെ 7 എഴുതുക, വേറെ മൾട്ടിപ്ലൈ ഒന്നുമില്ല. 7 എഴുതുക. 7ന്ന് 4 കുറച്ചിട്ട് ഇവിടെ എത്ര എഴുതുക? 3 എഴുതിയാൽ അതിന്റെ ആൻസർ ആയി. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. താഴെ ഏത് എഴുതണം? ഇങ്ങനെ കുറച്ചിട്ടാണ്. ശ്രദ്ധിക്കണം, ഇതും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്താണ് സത്യ? ഇവിടെ 2 വെവ്വേറെ ഡിനോമിനേറ്റർ ഉണ്ട്. ഇത് ഒരു നമ്പർ 1 മാത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ ഇപ്പുറത്ത് നോക്കേണ്ട ആവശ്യമില്ല, ഇതിന്റെ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് നോക്കാം. അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണേ. 1 + 2/5 അതും അതേമാതിരി തന്നെയാണ് ചെയ്യേണ്ടത്. 1 ആണ് ഇവിടെ വരുന്നത്, പ്ലസ് ആണ്, ഒരു ഫ്രാക്ഷൻ ആണ് വരുന്നത്. അപ്പൊ താഴെയുള്ളതിൽ എഴുതുക. പിന്നെ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, കൂട്ടുക. കാരണം ഇവിടെ കൂട്ടൽ ഉണ്ടായതുകൊണ്ട്.
അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5ഉം 2ഉം കൂട്ടിയാൽ മതി. 5ഉം 2ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ആൻസർ 7/5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇത് നോക്ക്, 1ഉം 4/7 എന്ത് ചെയ്താൽ മതി? 7നെ മാത്രം താഴെ എഴുതുക, പിന്നെ 7ഉം 4ഉം കൂട്ടി എഴുതുക. 7ഉം 4ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാലോ, 7 + 4 നമുക്ക് എത്ര കിട്ടും? 11. 11/7 കിട്ടി. ഇത് നിങ്ങൾക്ക് അപ്പൊ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എന്ത് ചെയ്യണം എന്നറിയാലോ, ഏതെല്ലാം നമ്മൾ കൂട്ടണം എന്നറിയാം, താഴെ ഏത് വരുന്നെന്ന് അറിയാം. ശ്രദ്ധിക്കുക. അപ്പൊ ഈ തരത്തിൽ വരുമ്പോൾ പ്രത്യേകത എന്താണ്? 1ൽ നിന്ന് ഒരു ഫ്രാക്ഷൻ കുറക്കുമ്പോൾ ഈ കുറക്കേണ്ടതിനെ മാത്രം നോക്കിയാൽ മതി. 1നോട് ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ കൂട്ടുമ്പോൾ ഈ കൂട്ടേണ്ട ഇതിനെ മാത്രം നോക്കിയാൽ നമുക്ക് അതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, ഇനി 2/3 + 1/2 ഇതിന്റെ പ്രത്യേകത നോക്കുക. ഇവിടെ എന്താണ്? മുകളിലും താഴെ എല്ലാം ഡിഫറെന്റ് ആണ്. ഇത് വേറെയാണ്, ഇതും വേറെയാണ്. അപ്പൊ നമ്മുടെ ഈ 1ന്റെ പ്രോപ്പർട്ടി, 1ന്റെ പ്രത്യേകത ഇവിടെ എവിടെയും വരുന്നില്ല. ഇവിടെയുണ്ട്, പക്ഷെ എല്ലാം വ്യത്യാസമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ ചെയ്യുന്നത്, ഇവിടെ നമുക്കൊരു പൂമ്പാറ്റേനെ പോലെ ഇതിനെ ഇങ്ങനെ ആക്കാം. നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി ഒരു പൂമ്പാറ്റേനെ പോലെ എടുത്തിട്ട് നോക്കിയേ. ഇതാ ഇങ്ങനെ ഒരു പൂമ്പാറ്റേനെ പോലെ എടുത്തു കഴിഞ്ഞാല് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 2 നമുക്ക് കിട്ടും 4. ഈ 3ഉം 1ഉം കൂടെ ഇങ്ങനെയുള്ളത് 3ഉം 1ഉം ഗുണിക്കുക, നമുക്ക് എത്ര കിട്ടും? 3. എന്നിട്ട് ഇവിടെ കൂട്ടലല്ലേ ഉണ്ടാവും, ആഡ് അല്ലേ, അപ്പൊ ഇവിടെ പ്ലസ് ഇടുക. പിന്നെ അതിനുശേഷം ഈ 3ഉം 2ഉം താഴെയുണ്ട്, അത് നമ്മൾ ഇൻറ്റു ചെയ്യാം. അപ്പൊ ഞാൻ ഒരു കണക്ക് പറയുമ്പോൾ ചില കുട്ടികൾക്ക് ഡൗട്ട് വരും. ഇങ്ങനെ ഞാൻ വരയിട്ടിട്ടില്ലേ, ഇങ്ങനെ റൗണ്ട് വരച്ചിട്ടില്ലേ, ഇങ്ങനെ വരച്ചിരുന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, അവ തമ്മിൽ മൾട്ടിപ്ലൈ ആയിട്ട് ഗുണിച്ചിട്ടാണ് എഴുതേണ്ടത്. ഇത് രണ്ടും ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക, എന്നിട്ട് രണ്ടും കൂടെ കൂട്ടുക. താഴെയോ, താഴത്തെ രണ്ടും കൂടെ ഗുണിച്ചിട്ട് എഴുതുക. 4ഉം 3ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 7. 3 2 നമുക്ക് എത്ര കിട്ടും? 6. അപ്പൊ അതിന്റെ ആൻസർ ആയി. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഏതെല്ലാം നമുക്ക് പൂമ്പാറ്റ ബട്ടർഫ്ലൈനെ പോലെ ആക്കുമ്പോ ഇങ്ങനെ എഴുതി, അതേപോലെ നമുക്ക് ഇങ്ങനെ ബട്ടർഫ്ലൈനെ ആക്കാം. എന്നിട്ടാകുമ്പോ ഇവിടെ ഒരു വെറുതെ ഞാനിത് ഇങ്ങനെ ഇടുന്നതാണ്, വെറുതെ നിങ്ങൾക്ക് അതേമാതിരി ഇടണമെന്നില്ല. ഓക്കെ, ഇങ്ങനെ ഇടുമ്പോ 3 7 നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. 4 5 ഗുണിക്കാൻ വേണ്ടേ, മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. 4 5 20 കിട്ടും. +20, ഇവിടെ പ്ലസ് ഉണ്ടായിട്ട് പ്ലസ്. ഈ 4ഉം 7ഉം ഗുണിക്കുക, അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കിയോ? 21 20 കൂട്ടിയാല് 41/4 7 നമുക്ക് കിട്ടും 28. ഓക്കെ, താഴത്തെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എന്ത് ചെയ്യാം? ഇങ്ങനെ ഇടുക, എന്നിട്ടാകുമ്പോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക, ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക, അത് രണ്ടും തമ്മിൽ കൂട്ടുക, എന്നിട്ട് താഴത്തെ രണ്ടും കൂടെ ഗുണിച്ച് താഴെ എഴുതുക, താഴത്തെ രണ്ടും കൂടെ ഗുണിച്ചിട്ട് എഴുതുക. അപ്പൊ ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ ഇതിലൊക്കെ ഒരു വർക്കായിട്ട് എഴുതുക. അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ.